ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നിവിടെ ചിക്കൻ ബിരിയാണി വെച്ചത് കേട്ടോ. എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഞാനൊന്ന് വെച്ചപ്പോഴേ എളുപ്പത്തിൽ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ടേ കുക്കറിലാട്ടോ പിന്നെ അരിയൊക്കെ വേവിച്ചിട്ട് നെയ്ച്ചോറ് വെച്ചുകൊണ്ട് ബിരിയാണി വെക്കുകയാണ്. പെട്ടെന്ന് വെക്കട്ടോ. നമ്മൾ നെയ്ച്ചോറ് വെക്കണ മാതിരി അരി വെച്ച് ദമ്മിടുക കേട്ടോ. അങ്ങനെയാട്ടോ വെക്കണത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് അതിനായിട്ട് നമുക്ക് കുറച്ച് നെയ്യിലണ്ടി മുന്തിരി കൂടി വറുത്തെടുക്കുക ആദ്യം. എന്നിട്ട് സവാള നന്നായി വാട്ടിയെടുക്കട്ടോ. സവാള നല്ലോണം മുരിച്ചാണ്ട് കോരി വെക്കുക. എന്നിട്ട് നമുക്കേ അരിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ടേ നെയ്ച്ചോറ് വെക്കണ മാതിരി തന്നെ അതിൽ കുറച്ച് ചെറുനാരക നീരും കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് സവാളയും കൂടി വാട്ടിയെടുത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കറുകപ്പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചെറുനാരക നീര് ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ടിട്ടേ കുറച്ച് നെയ്യും ഇട്ടിട്ട് അരി അതിൽ ഒരു വിസിൽ വരുത്തിയാണ്ട് നെയ്ച്ചോറ് വെച്ചെടുക്കട്ടോ. നെയ്ച്ചോറിന് വല്ലാതെ വേകാനും പറ്റില്ല. തിളപ്പിച്ച് വിട്ടില്ല. നെയ്ച്ചോറ് വെക്കണ മാതിരി കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ദമ്മിടുകയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ ചിക്കനൊക്കെ എല്ലാതും ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. ചിക്കൻ്റെ ഗ്രേവി അതിൽ സവാളയും അതിൻ്റെ മസാലക്കൂട്ടുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ പൊരിച്ചിട്ടൊന്നുമില്ല. ചിക്കൻ ആദ്യം മസാല ഉണ്ടാക്കിയാണ്ട് ഗ്രേവി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചിക്കൻ്റെ. ഇനി അരിയും കൂടി വന്നാലേ പെട്ടെന്നാണ് ദമ്മ് ചെയ്ത ബിരിയാണി അടിപൊളിയായിട്ട് പെട്ടെന്നാണ് ബിരിയാണി ഉണ്ടാക്കാം. ദമ്മ് ചെയ്താൽ മതി. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകഴിയാൻ നമ്മൾ അരിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ട് അതൊക്കെ തിളച്ചിട്ട് അതിൽ കരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരൊറ്റ വിസിൽ വന്നിട്ടാണ് ഓഫാക്കുക. നമുക്ക് എന്നാൽ വെന്തു. എന്നിട്ട് ദമ്മ് ചെയ്താൽ മതി. ഈ ഉള്ളിയൊക്കെ വാട്ടി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വാട്ടി വെച്ചാട്ടത്. അങ്ങനെ കേസ് നമ്മുടെ ബിരിയാണിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ കേസ് നമ്മുടെ ബിരിയാണിയൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല നേരമായിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇതുണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻസ് അറിയിക്കണേ. താങ്ക് യു, നന്ദി, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. അടുത്തൊരു വീഡിയോയുമായി വരുവോളം എൻ്റെ എല്ലാ താങ്ക്സ്.